ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോസിൽ ഒക്കെ ഞാൻ വാട്ടർ കളർ ഡ്രോയിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വാട്ടർ കളറൊന്ന് മാറ്റി പിടിച്ചിട്ട് നമുക്ക് പെൻസിലും കളറും വെച്ചിട്ട് ഒരു ഡ്രോയിങ് ചെയ്യാമെന്ന് കരുതിയിട്ടാട്ടോ. ഞാനിതിന് മുമ്പ് ഞാൻ എൻ്റെ ഈ ഒരു ബുക്കിൽ വരച്ച ചിത്രങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ നമുക്കൊന്ന് ഡ്രോയിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രോയിങ് ചെയ്യാൻ വേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നാമത് നമുക്ക് പെൻസിൽ കളർ ഉണ്ട് കേട്ടോ, കുറച്ച് വലുത്. ഇത് രണ്ടാമതായിട്ട് ചെറിയ പെൻസിൽ കളറാണ്. മൂന്നാമത്തത് ഇതാ സ്കെച്ചാണ് കേട്ടോ, ഡോംസിൻ്റെ സ്കെച്ചാണ്. പിന്നെ എനിക്ക് വരയ്ക്കാൻ വേണ്ട സ്കെയിലും പെൻസിലും മായ്പറും കട്ടറും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിതാ ഡ്രോയിങ് ബുക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വരയ്ക്കാൻ കരുതുന്നത് ഒരു ഹൗസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഹൗസ് ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ വീട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഫോണുള്ളത് കൊണ്ടാണ് ഞാനത് വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു കേട്ടോ. ഞാൻ തന്നെയാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതേപോലെ നല്ലോണം ഒന്ന് കട്ടി കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കത് വേറൊരു കാര്യം വെച്ചാൽ അപ്പോൾ 2 നിലയാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. 2 നില പോലെ തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തായാലും കുഴപ്പമില്ല അല്ലേ. ഇനി നമുക്കിതിന് ഡോറും ജനലും ഒക്കെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ജനലും വാതിലും ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ തരാം പെൻസിലും സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കളറാണ് കൊടുക്കാനുള്ളത് കേട്ടോ. കളർ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ കുറച്ച് നേരം കുത്തിരിക്കണം കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കളർ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ കൊടുക്കാൻ പോണത്, മുകളിലല്ല, നമുക്ക് ഫസ്റ്റ് ജനലിനും വാതിലിനൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനിതിന്ന് എടുത്തിട്ടുള്ളത് നമുക്ക് റെഡ് കളർ എടുക്കാം കേട്ടോ. ഇതേ റെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ജനലിനും വാതിലിനൊക്കെ ഒന്ന് റെഡ് കൊടുത്തെടുക്കാം. അപ്പോൾ ഇതേ ജനലിനും വാതിലൊക്കെ ഇതേപോലെയാണ് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. എല്ലാത്തിനും മുകളിലത്തെ നിലയിലും കടക്കം കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ചെയ്യാൻ പോണത്, ഇവിടെ ഈ ഒരു ഭാഗത്തും ഇതിൻ്റെ ഈ ഒരു പോർഷനിലും നമുക്കൊന്ന് ഒരു കളർ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന കളർ എന്ന് വെച്ചാൽ ഈ ഒരു കളറാണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല. നീലയും അല്ല പച്ചയും അല്ല, രണ്ടിലും കിട്ടിയ അവസ്ഥയുള്ള കളറാണ് കേട്ടോ ഇത്. നമുക്ക് എന്തായാലും ഒന്ന് അടിച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ പറഞ്ഞ കളർ വെച്ചിട്ടൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു മേൽക്കൂരയ്ക്കും ഈ ഒരു ഇതിന് നമുക്കൊരു കളർ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് കാപ്പി കളറാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കാപ്പി കളർ എടുത്തിട്ടുണ്ട്. അത് ചെറുതെന്നാണ്, വലുതിൽ കാപ്പി ഇല്ല, അതുകൊണ്ട് നമുക്ക് ചെറുത് കൊടുത്തെടുക്കാം കേട്ടോ ഒന്ന്. അപ്പോൾ ഗായ്സ്, മേൽക്കൂരയ്ക്ക് 2 എണ്ണത്തിനും ഈ ഒരു കാപ്പി കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഞാൻ വരച്ചത് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ 10ൽ എത്ര മാർക്ക് തരാൻ പറ്റുന്ന കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.